മദ്യം ഓൺലൈനായി ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് ബെവ്കോ. ഇതിനായി സർക്കാരിന് ശുപാർശ നൽകി. MD അർഷിത അട്ടല്ലൂരിയാണ് സർക്കാരിന് ശുപാർശ സമർപ്പിച്ചത്. 23 വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും ഓൺലൈനിൽ മദ്യം വാങ്ങാൻ കഴിയുക. മദ്യം നൽകുന്നതിന് മുമ്പ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണം. ഇതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ബെവ്കോ. ഓൺലൈൻ ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി പദ്ധതിയുടെ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട്. തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് വയസ്സ് എത്രയാണെന്ന് ഉറപ്പിക്കും. അതിനുശേഷമാകും മദ്യം നൽകുക. ഒരു തവണ 3 ലിറ്റർ മദ്യം വരെ ഓർഡർ ചെയ്യാനാകും. കരിഞ്ചന്തയിൽ മദ്യവിൽപ്പന നടത്താതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മദ്യവിതരണം നടത്താൻ കൂടുതൽ കമ്പനികൾ രംഗത്ത് വന്നാൽ ടെൻഡർ വിളിക്കും. മദ്യവിതരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിതരണ കമ്പനിക്കായിരിക്കുമെന്നും സർക്കാർ നൽകിയ ശുപാർശയിൽ വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല നിലപാടുണ്ടായാൽ വാതിൽപ്പടി മദ്യവിതരണ വിൽപ്പന ഉടൻ ആരംഭിക്കും. അതേസമയം സംസ്ഥാനത്ത് നിലവിൽ ഓൺലൈൻ മദ്യവിതരണം നടത്തുന്ന കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വരുമാനം വർദ്ധിപ്പിക്കാൻ പല വഴികളും ആലോചിക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ മദ്യവിൽപ്പനയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കൂടിയാലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. ഓൺലൈനിലൂടെ മദ്യം വീട്ടിലെത്തിക്കാനുള്ള ബെവ്കോ ശുപാർശയ്ക്കെതിരെ KCBC മദ്യവിരുദ്ധ സമിതി അടക്കം ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞു. സർക്കാർ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോയാൽ ശക്തമായ സമരപരിപാടികളുമായി മറ്റ് സംഘടനകളും രംഗത്തെത്തും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.